അപ്പോൾ കൂട്ടുകാരെ, നമുക്കൊരു മത്തിക്കറി വെച്ചാലോ? മത്തിക്കറി എന്ന് പറയാട്ടോ, ഒരു മത്തി വരട്ടെ. ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചത്. പുളിവെള്ളം മുതൽ എല്ലാ മസാലകളും, അതുപോലെ തക്കാളി ഒക്കെ ഉണ്ട്, ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞത്. ആദ്യം ചട്ടി നന്നായി ചൂടാക്കുക. ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഉള്ളി മൂപ്പിക്കാൻ ആവശ്യമുള്ള അതിലേക്ക് ഇത്തിരി ഉലുവ ഇടുക, ലേശം പെരിഞ്ചീരകം അത് അതിലേക്ക് ഇട്ട് നന്നായി പൊട്ടിക്കുക. അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തോന വേണം കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് നല്ല ചുവപ്പ് നിറാവുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് നന്നായി മുപ്പിച്ച് യോജിപ്പിക്കുക. എണ്ണ തെളിയുന്നത് വരെ തിളക്കണം. കരിയാൻ പാടില്ല, തീ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. കൂടുതൽ വെള്ളം പാടില്ല കേട്ടോ ഈ കറിക്ക്. ഇതൊരു പെരട്ട് കൂട്ടാനാണ്. എൻ്റെ കല്യാണം കഴിച്ച് പാലക്കാട്ട് അമ്മയുടെ വീട്ടിലാണ് എന്നെ കെട്ടിച്ച് വിട്ടത് കേട്ടോ. അമ്മയുടെ മകനെ എന്നെ കല്യാണം കഴിച്ചത്. കെട്ടിച്ച് ചെന്നപ്പോൾ അവിടെ വേറെ കറികളൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു മീൻ കൂട്ടാനാണ് ഉണ്ടാവുക. അത് അവർ വാളംപുളിയല്ല ചേർക്കുക, കുടംപുളിയാണ് ചേർക്കുക. ഇവിടെ കുടംപുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വാളംപുളി ചേർത്തത്. നന്നായി വെന്ത് തക്കാളിയും മസാലയൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മത്തിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. മത്തി ഇട്ടിട്ട് നന്നായി എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ച് വേവിക്കുക. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം. ഞാൻ ഇത്തിരി പുളിവെള്ളമാണ് ഒഴിച്ചത്. പുളി ഉപ്പൊക്കെ കമ്മി ഉണ്ടായെങ്കിൽ അത് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുക. മീനിട്ട് ശേഷം ഉപ്പിട്ടാൽ അത് മീൻ ഉടഞ്ഞ് പോകും. അപ്പോൾ മീനിങ്ങനെ കിടക്കണം. അപ്പോൾ നന്നായി യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കാന്താരിയാണ് കേട്ടോ. പച്ചമുളകല്ല ഇടുന്നത്, കാന്താരിയാണ്. നല്ല പിന്നെ റേഷൻ കടയിലെ ചോറുണ്ടല്ലോ, അതിലേക്ക് നല്ല ടേസ്റ്റാട്ടാ. ഒരു വട്ടം വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കാന്താരീനെ അങ്ങനെ പൊളിക്കാതെ അങ്ങനെ ഇടണം കേട്ടോ. എന്താ പറയുക, ഒരു കാന്താരി ഒരു മത്തി എടുത്തിട്ട് ചോറിന് കൂട്ടാൻ അടിപൊളിയാണ്. പിന്നെ അതിന് മുളത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ട് വേവിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഓക്കെ.